F-35B ലൈറ്റനിങ്ങിൻ്റെ പൂർണ്ണ വിശദീകരണവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. F-35 ലൈറ്റനിങ് ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ്. അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 കുടുംബത്തിലെ ഒരു പ്രത്യേക മോഡലാണിത്. F-35A, F-35B, F-35C എന്നിങ്ങനെ 3 വകഭേദങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഏറ്റവും വ്യത്യസ്തവും സാങ്കേതികമായി സങ്കീർണവുമായാണ് F-35B. കാരണം ഇത് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ് കഴിവുള്ള ഏക മോഡലാണ്. F-35B എന്താണ്? സാധാരണ ഫൈറ്റർ ജെറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും വലിയ റൺവേ ആവശ്യമുണ്ട്. പക്ഷേ യുദ്ധ സാഹചര്യങ്ങളിൽ എല്ലായിടത്തും റൺവേ ലഭ്യമല്ല. ചിലപ്പോൾ റൺവേ തകർന്നിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ദ്വീപുകൾ, ചെറിയ ഷിപ്സ് എന്നിവിടങ്ങളിൽ ഓപ്പറേഷൻസ് നടത്തേണ്ടി വരും. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി F-35B രൂപകൽപ്പന ചെയ്തു. ചെറിയ ദൂരത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു, ഹെലികോപ്റ്റർ പോലെ വെർട്ടിക്കലായി ലാൻഡ് ചെയ്യുന്നു. അതിനാൽ റൺവേ ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇത് പ്രവർത്തിക്കും. ഇതിൻ്റെ ഹൃദയം F-35Bയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റോവിൽ കാപ്പബിലിറ്റിയാണ്. ഷോർട്ട് ടേക്ക് ഓഫ് ജെറ്റ് ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ പറക്കും. ചില എയർക്രാഫ്റ്റ് കരിയേഴ്സിൽ ഉള്ള സ്കൈ ജമ്പ് റാമ്പ് ഉപയോഗിച്ച് ഇത് കൂടുതൽ എളുപ്പമാക്കുന്നു. വെർട്ടിക്കൽ ലാൻഡിംഗ് ജെറ്റ് ആകാശത്ത് സ്ലോ ആയി ഹോവർ ചെയ്ത് ഹെലികോപ്റ്റർ പോലെ നേരിട്ട് താഴേക്ക് ഇറങ്ങും. ഇത് ബാറ്റിൽ ഫീൽഡ് ഫ്ലെക്സിബിലിറ്റി വളരെ ഉയർത്തുന്നു. എങ്ങനെ വെർട്ടിക്കൽ ലാൻഡിംഗ് സാധ്യമാകുന്നു? F-35Bയിൽ ഉള്ള ഏറ്റവും അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ആണ് ഇത് സാധ്യമാക്കുന്നത്. ലിഫ്റ്റ് ഫാൻ സിസ്റ്റം. കോക്ക്പിറ്റിൻ്റെ പിന്നിൽ ഒരു വലിയ ലിഫ്റ്റ് ഫാൻ ഉണ്ട്. എഞ്ചിനിൽ നിന്നുള്ള പവർ ഷാഫ്റ്റ് വഴി ഇത് പ്രവർത്തിക്കുന്നു. ഈ ഫാൻ മുകളിലൂടെ വായു വലിച്ച് താഴേക്ക് ശക്തിയായി തള്ളുന്നു. ഇതിലൂടെ വെർട്ടിക്കൽ ലിഫ്റ്റ് ഉണ്ടാക്കുന്നു. റൊട്ടേറ്റിംഗ് എക്സ്ഹോസ്റ്റ് നോസിൽ. ജെറ്റ് എഞ്ചിൻ്റെ എക്സ്ഹോസ്റ്റ് നോസിൽ താഴേക്ക് തിരിയാൻ കഴിയും. ത്രസ്റ്റ് നേരിട്ട് താഴേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. പരിഹാരമായി F-35B രൂപകൽപ്പന ചെയ്തു. ഇത് ചെറിയ ദൂരത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു, ഹെലികോപ്റ്റർ പോലെ വെർട്ടിക്കലായി ലാൻഡ് ചെയ്യുന്നു. അതിനാൽ റൺവേ ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇത് പ്രവർത്തിക്കും. ഇതിൻ്റെ ഹൃദയം F-35Bയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഷോർട്ട് ടേക്ക് ഓഫ് ജെറ്റ് ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ പറക്കും. ചില എയർക്രാഫ്റ്റ് കരിയേഴ്സിലുള്ള സ്കൈ ജമ്പ് റാമ്പ് ഉപയോഗിച്ച് ഇത് കൂടുതൽ എളുപ്പമാക്കുന്നു. വെർട്ടിക്കൽ ലാൻഡിംഗ് ജെറ്റ് ആകാശത്ത് സ്ലോ ആയി ഹോവർ ചെയ്ത് ഹെലികോപ്റ്റർ പോലെ നേരിട്ട് താഴേക്ക് ഇറങ്ങും. ഇത് ബാറ്റിൽ ഫീൽഡ് ഫ്ലെക്സിബിലിറ്റി വളരെ ഉയർത്തുന്നു. എങ്ങനെ വെർട്ടിക്കൽ ലാൻഡിംഗ് സാധ്യമാക്കുന്നു? F-35Bയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ആണ് ഇത് സാധ്യമാക്കുന്നത്. ലിഫ്റ്റ് ഫാൻ സിസ്റ്റം. കുക്ക്പിറ്റിൻ്റെ പിന്നിൽ ഒരു വലിയ ലിഫ്റ്റ് ഫാൻ ഉണ്ട്. എഞ്ചിനിൽ നിന്നുള്ള പവർ ഷാഫ്റ്റ് വഴി ഇത് പ്രവർത്തിക്കുന്നു. ഈ ഫാൻ മുകളിലൂടെ വായു വലിച്ച് താഴേക്ക് ശക്തിയായി തള്ളുന്നു. ഇതിലൂടെ വെർട്ടിക്കൽ ലിഫ്റ്റ് ഉണ്ടാക്കുന്നു. റൊട്ടേറ്റിംഗ് എക്സ്ഹോസ്റ്റ് നോസിൽ. ജെറ്റ് എഞ്ചിൻ്റെ എക്സ്ഹോസ്റ്റ് നോസിൽ താഴേക്ക് തിരിയാൻ കഴിയും. ഇത് ത്രസ്റ്റ് നേരിട്ട് താഴേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ലിഫ്റ്റ് ഫാനിനൊപ്പം ചേർന്നപ്പോൾ ജെറ്റ് ഹോവർ ചെയ്യാൻ സഹായിക്കുന്നു. റോൾ പോഡ്സ്. ജെറ്റിൻ്റെ ചിറകുകളുടെ വശങ്ങളിൽ ചെറിയ നോസിൽസ് ഉണ്ട്. ഇവ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സൈഡ് ത്രസ്റ്റ് നൽകുന്നു. ഈ 3 സിസ്റ്റംസ് ചേർന്നാണ് ഹോവർ, വെർട്ടിക്കൽ ലാൻഡിംഗ്, സ്റ്റേബിൾ കൺട്രോൾ ഇവ സാധ്യമാക്കുന്നത്. യുദ്ധത്തിൽ F-35Bയുടെ പങ്ക്. F-35B മോഡേൺ വാർഫെയറിൽ ഒരു ഗെയിം ചേഞ്ചർ ആണ്. നാവൽ ഓപ്പറേഷൻസ്. ഇത് ചെറിയ എയർക്രാഫ്റ്റ് കരിയേഴ്സിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. വലിയ റൺവേ ആവശ്യമില്ലാത്തതിനാൽ UK പോലുള്ള രാജ്യങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നു. ഫോർവേഡ് ബേസസ്. ചെറിയ ദ്വീപുകളിൽ ടെമ്പററി ബേസ് ഉണ്ടാക്കി ജെറ്റ് ഡീപ്ലോ ചെയ്യാം. റാപ്പിഡ് അറ്റാക്ക്. ജെറ്റ് വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വീണ്ടും സേഫായി തിരിച്ചിറങ്ങും. ഇത് സർപ്രൈസ് അറ്റാക്കുകൾക്ക് വളരെ ഉപയോഗപ്രദമാണ്. സ്റ്റീൽത്ത് ടെക്നോളജി. F-35B ഒരു സ്റ്റീൽത്ത് എയർക്രാഫ്റ്റ് ആണ്. റഡാറിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. സ്പെഷ്യൽ രൂപകൽപ്പനയും കോട്ടിങ്ങും ഉപയോഗിക്കുന്നു. വെപ്പോൺസ് ഇന്റേണൽ ആയി ക്യാരി ചെയ്യാം. ശത്രുവിനെ കാണാതെ തന്നെ അറ്റാക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് അവോയ്നോയ്സസ് ആൻഡ് സെൻസർ ഫ്യൂഷൻ. F-35Bയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ഇലക്ട്രോണിക്സ് ആണ്. സെൻസർ ഫ്യൂഷൻ. ജെറ്റിലുള്ള റഡാർ, ക്യാമറാസ്, മറ്റ് സെൻസേഴ്സ് എന്നിവയിൽ നിന്നുള്ള ഡാറ്റ ഒറ്റ സിസ്റ്റംസിൽ കമ്പൈൻ ചെയ്യും. ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ. പൈലറ്റിന് കോക്ക്പിറ്റിൽ ഉള്ള സ്ക്രീൻ ആവശ്യമില്ല. ഹെൽമെറ്റിൽ തന്നെ മാപ്പ്, എനിമി ലൊക്കേഷൻ, ടാർഗറ്റിംഗ് സിസ്റ്റം എല്ലാം കാണാം. പൈലറ്റ് ജെറ്റിൻ്റെ ഉള്ളിലല്ല, ജെറ്റുമായി കണക്ട് ചെയ്ത പോലെ അനുഭവപ്പെടാം. പെർഫോമൻസ് ആൻഡ് സ്പെസിഫിക്. F-35Bയുടെ ചില പ്രധാന ടെക്നിക്കൽ ഡീറ്റെയിൽസ്. ടോപ്പ് സ്പീഡ് മാച്ച് 1.6. റേഞ്ച് ഏകദേശം
1600 kilometer. Combat radius 800 kilometer. Weapons: air-to-air missiles, bombs. Crew 1 pilot. വെർട്ടിക്കൽ സിസ്റ്റം ഉള്ളതിനാൽ റേഞ്ച് ആൻഡ് പേലോഡ് കുറവാണ്. F-35B ഉപയോഗിക്കുന്ന പ്രധാന രാജ്യങ്ങൾ USA, UK, ഇറ്റലി, ജപ്പാൻ. ഇതിനു പുറമെ മറ്റു രാജ്യങ്ങളും ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. F-35B അത്യാധുനികമായിരുന്നാലും ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഫൈറ്റ് ജെറ്റിൽ ഒന്നാണ്. മെയിൻ്റെനൻസ്: കോംപ്ലക്സ് ടെക്നോളജി കാരണം മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടാണ്. റേഞ്ച് ആൻഡ് പേലോഡ്: വെർട്ടിക്കൽ ലാൻഡിംഗ് സിസ്റ്റം കാരണം ഫ്യൂയൽ കൺസപ്ഷൻ കൂടുതലാണ്, അതുകൊണ്ട് റേഞ്ച് കുറവ്. വെപ്പൺസ് കപ്പാസിറ്റി കുറവ്. ഹീറ്റ് ഇഷ്യൂസ്: വെർട്ടിക്കൽ ലാൻഡിംഗ് സമയത്ത് എക്സ്ഹോസ്റ്റ് ഹീറ്റ് വളരെ കൂടുതലാണ്. ഷിപ്പ് ഡെക്കുകൾക്ക് പ്രത്യേക കോട്ടിംഗ് വേണം. F-35A, B, C തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലോ. ഫീച്ചേഴ്സ്: F-35A, F-35B, F-35C. ടേക്ക് ഓഫ് നോർമൽ, ഷോർട്ട് കാരിയർ. ലാൻഡിംഗ് നോർമൽ, വെർട്ടിക്കൽ കാരിയർ. റേഞ്ച് കൂടുതലാണ്. കുറവ്: ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് ഹോവർ, വലിയ വിങ്സ്. F-35B ആണ് ഏറ്റവും ഫ്ലെക്സിബിൾ മോഡൽ. ഫ്യൂച്ചർ വെയർഫെയറിൽ പ്രാധാന്യം: F-35B ഫ്യൂച്ചർ വെയർഫെയറിൽ വളരെ പ്രധാനമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേഷൻസ്, ക്വിക്ക് ഡിപ്ലോയ്മെൻറ്റ്. നാവൽ: ട്രഡീഷണൽ റൺവേ ബേസ്ഡ് വെയർഫെയറിൽ നിന്ന് മാറി ഫ്ലെക്സിബിൾ മൊബൈൽ വെയർഫെയറിലേക്ക് ലോകം മാറുകയാണ്. ഇതിൻ്റെ കൺക്ലൂഷൻ: F-35B ഒരു സാധാരണ ഫൈറ്റർ ജെറ്റ് അല്ല. ഇത് സ്റ്റീൽത്ത് ഹെൽത്ത് എയർക്രാഫ്റ്റ്, ഫ്ലൈയിങ് കമ്പ്യൂട്ടർ, ഹെലികോപ്റ്റർ ലൈക്ക് ലാൻഡിംഗ് സിസ്റ്റം എല്ലാം കോമ്പൈൻ ചെയ്ത ഒരു അഡ്വാൻസ്ഡ് വാർ മെഷീനാണ്. റൺവേ ഇല്ലാത്ത സ്ഥലങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇത് യുദ്ധത്തിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ആക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ F-35B ജെറ്റ് സ്പീഡ്, ഹെലികോപ്റ്റർ ലാൻഡിംഗ്, AI ബ്രെയിൻ. ഇതൊക്കെയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.